എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഈ ചിക്കൻ കഷ്ണങ്ങൾ ഏകദേശം 1 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഇതിൽ നന്നായി മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. 1 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാടങ്ങ് ഹാർഡാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആ ഓയിലിൽ നിന്നും ഒരല്പം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ 2 മീഡിയം സൈസിലുള്ള സവാള ഈ രീതിയിൽ കട്ടാക്കി എടുത്തതും മീഡിയം സൈസിലുള്ള 2 ക്യാപ്സിക്കം ഇതുപോലെ കട്ടാക്കിയതുമാണ്. അപ്പോൾ ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സവാളയും ക്യാപ്സിക്കം ഒന്നും അധികം വെന്ത് പോവാതെ നോക്കണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം പഞ്ചസാരയാണ്. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം വിനാഗിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചില്ലി ചിക്കന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തീർത്തും ഓപ്ഷണലാണ്. ഇത് ചേർത്ത് കൊടുക്കണം തൊട്ട് നിർബന്ധമല്ല. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. ചില്ലി ചിക്കൻ്റെ ആ ഒരു ഗ്രേവി കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു തിക്കായി വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതല്ല ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ എന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കാതെ അങ്ങനെയും തയ്യാറാക്കാം. ഞാനിപ്പോൾ കുറച്ചൊരു ഗ്രേവിയിലാണ് ഈ ഒരു ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത്. ഈ ഒരു ഗ്രേവി നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്നുകൂടി തിക്കാവണ വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാവും. ഈ ഒരു ടൈമിൽ ഒരു പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി ഒരല്പം ഒറിഗാനോ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ കയ്യിലില്ലെങ്കിൽ കസൂരി മേത്തി ആയാലും മതി. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചില്ലി ചിക്കൻ്റെ റെസിപ്പി അറിയായിരിക്കാം. എങ്കിലും ഇതുപോലൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള തീർച്ചയാണ്. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ബൺ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പൊറോട്ടയുടെ റെസിപ്പി ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.